നല്ല മയമുള്ള പാലൊഴിച്ച നല്ലൊരു പുട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒരു കറിയും വേണ്ട, ഇത് കഴിക്കും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങയും 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും ക്യാരറ്റും കൂടെ നെയ്ക്കകത്ത് കിടന്ന് വഴണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് പുട്ടിനുള്ള പൊടി നനച്ചെടുക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നിളക്കി കൊടുക്കുക. ഞാൻ പാലൊഴിച്ചിട്ടാണ് പുട്ടിൻ്റെ പൊടി നനച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിന് പാലും ചേർത്ത് പൊടിയൊന്ന് നനച്ചെടുക്കാം. ഇപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ പാകത്തിന് നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ക്യാരറ്റും തേങ്ങയും മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പുട്ടിൻ്റെ പൊടി നമുക്ക് കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുട്ട് വേവിച്ചെടുക്കാം. നല്ല മയമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്.